വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതുപോലത്തെ ഒരു ക്യൂട്ട് വാൾ ഡെക്കോർ ചെയ്താലോ? ഇന്നലെ ചെയ്തതിൻ്റെ വേറൊരു ഐറ്റം, അതും ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 7 ഐസ്ക്രീം സ്റ്റിക്കാണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് നടുക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെക്കാം. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും 3 ഐസ്ക്രീം സ്റ്റിക്കായിട്ട് അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ഓർഡറിലും കറക്റ്റ് ഷേപ്പിലും നമുക്ക് കിട്ടും. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹോം പോലെയാണ്. കറക്റ്റ് അതുപോലെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അത് നമുക്ക് ഗ്ലൂ വെച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എക്സ്ട്രാ 2 ഐസ്ക്രീം സ്റ്റിക്ക് വേണം നമുക്ക്. അതിൻ്റെ 2 ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വെക്കാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ മനസ്സിലാവും ഞാൻ ചെയ്യുമ്പോൾ. ആക്ച്വലി ഞാൻ അതിലേക്ക് 2 ലേസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ ഭംഗി അതാണ് എന്ന് ഞാൻ വിചാരിച്ചു, അങ്ങനെ വെച്ചതാണ്. കുഴപ്പമില്ല, ഇതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ കളറടിക്കുന്നതിനേക്കാളും ഇതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് സെയിം അതുപോലത്തെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ നമുക്കതിന് പെയിൻറ്റിങ് കൊടുക്കാം. ഞാനൊരു ബ്ലൂ കളറാണ് പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലൂ ഞാൻ എടുത്തു വന്നപ്പോൾ ഇത് വേറൊരു ബ്ലൂ ആയിട്ടാണ് നിൽക്കുന്നത് കാണുന്നത്, പക്ഷേ റിയലി വേറെ ബ്ലൂ ആണ്. ആ വൈറ്റിൽ കോംപ്ലിമെൻ്റ് ആയിട്ട് ഈ ബ്ലൂ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്നതും കൂടെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു സാറ്റിൻ്റെ റിബണ് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് സാധാ നമ്മളിപ്പോൾ ഒരു ത്രെഡ് കെട്ടുന്ന രീതിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.